സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സായം സന്ധ്യ ഒന്നുമില്ല, രാത്രിയായി ഉള്ളത്. ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാനെതിരെ 2-1. തോറ്റതിന് എന്തിനാണ് ഇത്ര സന്തോഷം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് ഞാനിപ്പോൾ എന്തോ പറയാനാ സുഹൃത്തുക്കളെ. ഈ ഒരു ഞാൻ സത്യം പറയില്ല, ഈ ഒരു മത്സരത്തിൽ നമ്മളാണ് ആദ്യം പെനാൽറ്റി എടുത്തിട്ടാണ് ലീഡ് ചെയ്തത്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗോൾ, അതൊരു ഓപ്പൺ പ്ലേ എന്നൊന്നുമല്ല, ഒരു പെനാൽറ്റി കിട്ടി, ഗോൾ സ്കോർ ചെയ്തു. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ മത്സരം സമനിലയിലായേക്ക് പോകരുതേ, ഒന്നെങ്കിൽ നമ്മൾ ജയിക്കണം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ജയിക്കണം എന്നുള്ളതായിരുന്നു. ഏതായാലും അത് തന്നെ സംഭവിച്ചു. അഫ്ഗാനിസ്ഥാനും ഒരു പെനാൽറ്റി കിട്ടി, അഫ്ഗാനിസ്ഥാൻ ജയിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുണ്ടല്ലോ ഈ കുറേ നാളായിട്ട് ഒരേ വൃത്തികെട്ട ഡയലോഗുകളും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞു പോകാനായിട്ടാണ് അത് ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇത് എന്ത് കളിയാണ്. ഞാൻ AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു സമയത്തൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ കളിക്കുന്ന ഒപ്പോണൻസ് ആരാണ്, അവർക്ക് നമ്മളെന്താണ് എന്നുള്ളത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കുമ്പോഴത്തേക്കും ഏത് തരത്തിലാണ് ആ ഒരു കളിയെ പറയേണ്ടത്. ഞാൻ ഓരോ പ്ലേയേഴ്സിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെ പെർഫോമൻസിലേക്കൊക്കെ വരാം. ആദ്യം ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഏത് തരത്തിലാണ് ആ ഒരു കളിയെ ഒരു കോച്ച് എന്ന നിലയിൽ പുള്ളി എന്താണ് ഈ ഒരു മത്സരം കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അതിനുള്ള നോളജൊക്കെ കുറവായിരിക്കും. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇന്ന് ടിക്കറ്റ് എടുത്ത് പുള്ളിയെ പറഞ്ഞു വിട്ടിട്ട് വേറെ ഏതെങ്കിലും കോച്ചസിനെ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം അടുത്തൊരു മത്സരം കുവൈറ്റിനെതിരെയുള്ളത് വളരെ നിർണായക മത്സരമാണ്. ആ ഒരു മത്സരമായിരിക്കും നിർണ്ണയിക്കുക നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ അടുത്ത റൗണ്ടിലേക്ക്. വേണ്ടെന്നേ, ആ ഒരു മത്സരം ഇനി പുതിയൊരാൾ വന്ന് തോക്കുകയാണെങ്കിലും വേണ്ടെന്നേ. പിന്നെ അല്ലാണ്ട് ഈ അഫ്ഗാനിസ്ഥാനെതിരെ ഷുവറായിട്ട് 6 പോയിൻറ്റ് നേടേണ്ട ഒരു മത്സരമായിരുന്നു 2 മത്സരത്തിൽ നിന്നായിട്ട്. അവിടുന്ന് അഫ്ഗാനിസ്ഥാന് കിട്ടി 4 പോയിൻറ്റ്, നമുക്ക് കിട്ടി 1 പോയിൻറ്റ്. എന്തൊരു ഇടപാടാണെന്ന് ആലോചിക്കണം. പിന്നെ പുള്ളിയെ കൊണ്ട് എന്തിനു കൊള്ളാം എനിക്കറിയത്തില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് മത്സരം തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഛേത്രിയുടെ 150ാമത്തെ മത്സരമാണ്. അങ്ങനെ പ്രതീക്ഷകളൊക്കെ കുറച്ചധികമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അത്രയും കാണികളോട് ഒരു നീതിയുള്ള തരത്തിലുള്ളൊരു മത്സരമേ അല്ല കളിച്ചത് എന്നുള്ളതാണ്. ഇതിപ്പം ഞാൻ കൃത്യമായിട്ട് പറയും, ഇതിനകത്ത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്നൊരു പരിശീലകൻ, അദ്ദേഹത്തിന് അറിയാം എന്താണ് ഇന്ത്യൻ ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞു ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ അറിഞ്ഞുകൊണ്ടുള്ളൊരു സമീപനം കഴിഞ്ഞൊരു മത്സരത്തിലുണ്ടായിരുന്നു, എവേ മത്സരത്തിലുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ പ്രത്യേകിച്ച് ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ ഞാൻ പറയും രാഹുൽ ബൈക്കെ, നിഖിൽ പൂജാരി, അല്ലെങ്കിൽ മൻവീർ സിംഗ്, സുഭാഷിഷ് ബോസ്, ഇങ്ങനത്തെയുള്ള പ്ലേയേഴ്സ്. ഇവരാണെങ്കിൽ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളൊരു തലത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് സ്ലോ ആണ്. അവർ ടെക്നിക്കലി ആ ഒരു ലെവലിലോട്ട് വരാത്തതുകൊണ്ടാണ്. അത് നമുക്ക് ISL-ലൊക്കെ നോക്കുവാണെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സ്പേസും ടൈമും ഒക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോഴത്തേക്കും അതില്ല. അത് അഫ്ഗാനിസ്ഥാനെതിരെ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആഷ്ലി വെസ്റ്റ്വുഡ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ മനസ്സിലാക്കി നന്നായിട്ട് അത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അവർ പ്രസ് ചെയ്യുക, ക്ലോസ് ഡൗൺ ചെയ്യുക, ആ ബോൾ അവർ ഒന്നുകിൽ പെട്ടെന്ന് പാസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യും. അപ്പോൾ അഫ്ഗാനിസ്ഥാന് തന്നെ ബോൾ കിട്ടും, അവർ റൺ നടത്തി. ഇതിപ്പോൾ അഫ്ഗാനിസ്ഥാൻ അല്ലാണ്ട് വേറെ ഒരു ക്വിക്ക് ട്രാൻസിഷൻ അറ്റാക്കിംഗ് ഒക്കെ നടത്തുന്ന ടീമായിരുന്നെങ്കിൽ ആദ്യ വേദിയിൽ തന്നെ ഒരു 3-4 ഗോളുകൾ അടിക്കാനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ആയതുകൊണ്ട് അത് വന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മത്സരത്തിലെ റിസൾട്ട് മാത്രമല്ല, കളി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഏതാണ്ട് 7 ഷോട്ട്, എല്ലാം ആകാശവാണിയായിരുന്നു, അതിലൊരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് ആകപ്പാട് വന്നിട്ടുള്ളത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ എടുത്തു കഴിഞ്ഞാൽ 15 ഷോട്ട്സ്, 4-5 ഷോട്ട് ഓൺ ടാർഗറ്റും ഒക്കെ വന്നിട്ടുള്ളൊരു മത്സരമാണ് എന്നുള്ളതാണ്. സോ ഇന്ത്യയുടെ ഒരു നിരയിൽ എനിക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഈ ഒരു മത്സരത്തിൽ കുറച്ചെങ്കിലും തോന്നിയത് അൻവർ അലിയുടെ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ബ്രാൻഡൻ, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അദ്ദേഹം നല്ല നല്ല ബോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലിസ്റ്റൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ നന്നായിട്ട് കളിച്ചു, അദ്ദേഹം എന്തൊക്കെയോ കാണിക്കാൻ പോകുന്നു പ്രതീക്ഷ നൽകി. പിന്നെ കുറച്ച് മൊത്തത്തിൽ ഡൗൺ ആയി, പിന്നെ ഇതായി എന്നുള്ള ലെവലിലാണ്. ഏതായാലും മൻവീർ സിംഗിനെ ഏതായാലും കോച്ച് ഫുൾ ടൈം കളിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയത് വളരെ മികച്ച തീരുമാനമായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ തന്നെ പുള്ളി മോശമായിട്ട്, ഈ ഒരു മത്സരത്തിൽ ആ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ മൻവീറിലൂടെയാണ് വന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് പുള്ളി കാണിച്ചത് എനിക്കറിയില്ല. ഒരു ഓപ്പൺ ചാൻസും മിസ്സാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ എന്താ പറയുക, കംപ്ലീറ്റ്ലി മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി ഈ കഴിഞ്ഞൊരു മത്സരത്തിൽ ഞാൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ അത്ര മികച്ച കളിയൊന്നും കളിച്ചിട്ടില്ല. ഈ ഒരു മത്സരത്തിൽ എനിക്ക് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനോട് ഭയങ്കര റെസ്പെക്റ്റ് എന്നാണ്. പുള്ളി ആ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പം ഇഗോർ ഷിമാച്ച് പറഞ്ഞിട്ടുണ്ട്,
നമ്മൾ എന്താ, ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുന്നു, ഈ എന്താ ചില സിനിമയിലെ ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്നത് പോലെ നമ്മൾ വേൾഡ് കപ്പിൻ്റെ തേർഡ് റൗണ്ടിൽ എത്തിയിരിക്കുക. അഫ്ഗാനിസ്ഥാനെതിരെ 2 മത്സരത്തിൽ നിന്ന് 1 പോയിന്റ് നേടിയ ആളാണ് ഇനി കുവൈറ്റിനെതിരെയും ഖത്തറിനെതിരെയും പോയി കളിച്ച് ജയിച്ചിട്ട് മുന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എന്താ ഇപ്പോൾ പറയുക. അപ്പോൾ ഇപ്പം ടീമിൻ്റെ മൊത്തത്തിൽ തന്നെ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അതിലോട്ടൊന്ന് ഉയർത്താൻ ആസ് എ കോച്ച് എന്ന നിലയിൽ പുള്ളി, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി, ഞാനൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് മറ്റ് ഏഷ്യൻ കൺട്രി. പക്ഷേ അഫ്ഗാനിസ്ഥാനോട് പോലും നമുക്കത് നിൽക്കാൻ പറ്റുന്നില്ല. സോ നമ്മളുടെ പരിമിതികൾ എന്താണെന്ന് അറിഞ്ഞിട്ടല്ലെങ്കിൽ കളിക്കുക, ആ രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യണത്തല്ലോ. അതിലൊന്നും പുള്ളിക്ക് ആസ് എ കോച്ച് എന്ന നിലയിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പം കുവൈറ്റിനെതിരെയുള്ള മത്സരം അത് ഒരു ഡിസൈഡറാണ്. പക്ഷേ ഈ പുള്ളിയായിട്ട് ഈ മൊറയിലുമായിട്ട് പോയിട്ട് യാതൊരു വിധത്തിലുള്ളൊരു കാര്യമൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നൽകണം. നമ്മൾ ആ രീതി കളിച്ചിട്ടാണ് തോറ്റതെന്നോ, അല്ലെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനെതിരെ ഇങ്ങനെ കളിച്ചിട്ട് കുവൈറ്റിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ജയിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ചിലപ്പോൾ ജയിച്ചേക്കാം, ചിലപ്പോൾ ലോങ് ക്യാമ്പ് കിട്ടി ജയിച്ചേക്കാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. ജൂണിൽ ഇനി നമുക്ക് ടൈമുണ്ട്. ആ സമയത്ത് കിട്ടാവുന്ന ഒരു ബെറ്റർ കോച്ച്. ഇപ്പം ആഷ്ലി വെസ്റ്റ്വുഡൊക്കെ കാണിച്ചിട്ടില്ലേ അഫ്ഗാനിസ്ഥാനെ എവിടെ നിന്നാണ്, അവരൊക്കെ ഒന്നിച്ച് കളിച്ചവരാണ്. പെട്ടെന്ന് കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആണ് ഈ ഒരു ഷോർട്ട് സ്പാനിൽ ഈ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എപ്പോഴും കരഞ്ഞു വീഴുമല്ലേ, ഞങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല, മറ്റേത് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പം ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ കാര്യം എടുക്കുക, ആ ഒരു കുറഞ്ഞ ഇൻ്റർനാഷണൽ ഒരു നാഷണൽ ടീമിൻ്റെ ഒരു ഇത് തന്നെ അതാണ്. കുറഞ്ഞ ടൈം സ്പാനിൽ എന്ത് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് പോലെ ഇരിക്കും കാര്യങ്ങൾ. അത് അനുസരിച്ചായിരിക്കും റിസൾട്ടുകൾ വരാൻ പോകുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മത്സരത്തെപ്പറ്റി വിശദമായിട്ടൊക്കെ പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്ത് പറയാനാണ് കേസ്, നിങ്ങൾക്ക് ഒക്കെ അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടോ? ഏതായാലും ഇന്ത്യൻ ടീമിൻ്റെ മൊറയിൽ നഷ്ടപ്പെട്ടതെന്ന പോലെ ഇപ്പം പയ്യെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിൻ്റെയും മൊറയിൽ നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. വളരെ വളരെ ഡിപ്രഷനാണ് ഗൈസ്. ഏതായാലും ഷിമാച്ചിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തു. കല്യാൺ ജോബയും IM വിജയൻ, അതായത് ടെക്നിക്കൽ കമ്മിറ്റി അംഗമൊക്കെയാണ് IM വിജയൻ, ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അടുത്ത ടിക്കറ്റിന് ക്രൊയേഷ്യയിലേക്ക് എടുത്തിട്ട് ഇനി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ? അതായിരിക്കും നല്ലത്. ഇനി ഏത് കോച്ച് വേണം ഇങ്ങനെയുള്ള കാര്യമൊക്കെ എന്നുള്ളത് ഫ്യൂച്ചർ തീരുമാനിക്കാണ്ട് ഗൈസ്. മതി.